തോന്നണം മോർണിംഗ് ടൈമാണ്. എല്ലാവരും വളരെയധികം വൈബ്രൻ്റ് ആയിട്ട് നമ്മൾ രണ്ട് കൂട്ടർ ഏകദേശം സെയിം ആണ്. നിങ്ങൾ നടന്നിട്ട് നല്ലവണ്ണം ഫ്ലൈറ്റ് ഹോർമോൺസ് പ്രവർത്തിപ്പിച്ചു, ഞാൻ വണ്ടി ഓടിച്ചിട്ടും. കാരണം യുനസാക്ക് വിളിക്കുമ്പോൾ ഇവിടെ അല്ലേ നമ്മൾ ആ ടൈം കീപ്പ് ചെയ്യുക എന്നുള്ളത് വലിയ നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ട് ഒരു 5 മിനിറ്റ് വൈകി, ക്ഷമിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിവിടെ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ്. കാരണം യുനസെഫിക്ക് അറിയാം, നമുക്ക് ഇന്നലെ വേൾഡ് ഹെൽത്ത് ഡേ ആയിരുന്നു. നടക്കാം ആരോഗ്യത്തിലേക്ക്, അതായിരുന്നു ഇപ്രാവശ്യത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്കത് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്ഥലത്തും ചെനക്കലങ്ങാടി, കടക്കാട്ടുപാറ, ദേവതയാൽ, ആലുങ്ങൽ, ഇങ്ങനെ 4 ബ്ലോക്കുകളാണ് നമ്മൾ പഞ്ചായത്തിനെ ഹെൽത്ത് ബ്ലോക്കായിട്ട് തിരിച്ചിട്ടുള്ളത്. നമ്മുടെ 4 സ്ഥലങ്ങളിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നടക്കാത്ത കുറേ ആൾക്കാർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർ നമ്മൾ 4.5 കിലോമീറ്റർ നടത്തിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നലത്തെ പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് ഇന്നിപ്പോൾ എനിക്ക് ഇവിടെ ഉള്ളൊരു വിഷമം എന്താ വെച്ചാൽ, നമുക്ക് നടക്കാൻ മടിയുള്ള അല്ലെങ്കിൽ നടക്കാൻ സമയം കിട്ടാത്തൊരു കൂട്ടർ നമ്മുടെ വീട്ടിലുണ്ട്. ആരാ? ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളാണ് അല്ലേ. പലപ്പോഴും അവരുടെ ഒരു നടത്തം, കാരണം ഇപ്പോഴത്തെ ഒരു കേസിൽ കൂടുതൽ അസുഖങ്ങൾ നമുക്ക് കാണുന്നത് ഈ എന്താ പറയുക അഡൽട്സ് ആയിട്ടുള്ള സ്ത്രീകളിലാണ് നമുക്ക് കൂടുതലും പ്രശ്നങ്ങൾ കാണുന്നത്. 1-2 കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ വ്യായാമം കുറവുള്ളൊരു സംഭവം. അതേപോലെ തന്നെ ഞാനെപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ ആദ്യത്തെ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങി വയ്ക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസ് അല്ല. ആദ്യത്തെ ഫ്രിഡ്ജ് ശരിക്കും ആരാണ്? സ്ത്രീകൾ തന്നെയാണ്. കാരണം പലപ്പോഴും അവർ ഉണ്ടാക്കിയ ആഹാരം കളയാൻ പഠിച്ചിട്ട് അത്രയും കൂടെ കഴിക്കുന്ന ആൾക്കാരാണ് അല്ലേ. രണ്ടാമതായിട്ടാണ് ബാക്കി വന്ന് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. അപ്പോൾ അവരെയും കൂടെ നമുക്ക്, എനിക്ക് അറിഞ്ഞുകൂടാ, നെക്സ്റ്റ് നമുക്ക് സ്ത്രീകളുണ്ടാവും. യൂണിറ്റ് ഇവിടെ സ്കൂളിൽ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും. എന്നാൽ പിന്നെ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമുക്കറിയാം, നമ്മുടെ ഒരു ആരോഗ്യരംഗം ഏറ്റവും കൂടുതൽ വെല്ലുവിളിയോടുകൂടെ നോക്കിക്കാണുന്ന ഒരു അസുഖം, ഒരു അവസ്ഥ എന്ന് പറയുന്നത് നോൺ കമ്മ്യൂണിക്കേറ്റീവ് ഡിസീസസ് തന്നെയാണ്. അതായത് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയും. ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും അതിനെ ആക്സിലറേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാരശീലങ്ങൾ മാത്രമല്ല, ഒരു പരിധിവരെ നമ്മുടെ ശാരീരികമായിട്ടുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസ് എന്ന് പറയും നമ്മളല്ലേ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതിനെ വല്ലാണ്ട് എന്താ പറയുക ത്വരിതപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആഹാരശീലങ്ങൾ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ഒരു ഷോപ്പാണ് അല്ലേ. അവിടെ തൂങ്ങിക്കിടക്കുന്ന എന്താണ്, വർണ്ണാഭമായ കുറേ സംഭവങ്ങളാണ്. ഇതുതന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാലോ, ഓരോ സിസ്റ്റത്തിനും ആ സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ്, പരിമിതികളെല്ലാം കാണും. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, എൻഎസ്ഡിഡി ആയിക്കോട്ടെ, ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, റവന്യൂ ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ പോകുന്ന സമയത്ത് ഇത് ബാൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കണ കാര്യമാണോ അല്ലേ? ഇവിടെ വിൽക്കരുതെന്ന് നമുക്ക് പറയാനുള്ള പ്രൊവിഷൻ ഇല്ല. കാരണം അവർക്കത് ഫുഡ് സേഫ്റ്റിയുടെ അംഗീകാരം ലഭിച്ചൊരു പ്രോഡക്റ്റ് ആകുമ്പോൾ അവർക്കത് വിൽക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ എന്താണ് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾ ഉൾപ്പെടെ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ വിചാരിക്കും എബോവ് 30 കഴിഞ്ഞ ആൾക്കാർക്ക്, അല്ലെങ്കിൽ 30 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണ് കൂടുതൽ കാണുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ്, കുട്ടികളിലെ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ പോലും നമുക്ക് ഏറ്റവും വലിയൊരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ടത് ആരാണ് ശരിക്കും? ഞാൻ ഒരിക്കലും കുട്ടികളെ കുറ്റപ്പെടുത്തില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ കുട്ടികളെ ചീത്ത പറയാറില്ല. കാരണം എന്തുകൊണ്ടാണ്, അവർ ആ ഒരു രീതിയിലേക്ക് എത്തുന്നത് നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം തന്നെയാണെന്ന് അൾട്ടിമേറ്റ്ലി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കോഹിനൂർ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു 60-65 വയസ്സിലൊരു അപ്പൂപ്പൻ വന്നിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. കൂട്ടത്തിൽ വാങ്ങുന്നത് ലേസ്, ഈ വക സംഭവങ്ങളാണ്. അത് 1-2 അല്ല, നമുക്കറിയാം ഒന്ന് വാങ്ങിച്ചാലും പകുതി അതിനകത്ത് കാറ്റായിരിക്കും, ബാക്കി ഒരു 5-10 പീസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ അത് തികയില്ലാന്ന് തോന്നിയിട്ട് എന്താണ്, ഈ പറഞ്ഞൊരു തൂക്കിയിട്ടൊരു മാലയാണ് വാങ്ങിച്ചുകൊണ്ട് പോകണം. വല്ലാത്തൊരു സങ്കടമാണ് അത് ശരിക്കും. അപ്പോൾ നമ്മളാണ് കുട്ടികളിലേക്ക് അങ്ങനെ അല്ലേ ഒരു സംഭവം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അവർക്ക് അതിൻ്റെ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത്, നമ്മുടെ നാവിൽ എത്രയുള്ളത് എന്താണ്, രസമുഗുണങ്ങളാണ്, അതിനെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മൾ തൽക്കാലം മാറ്റിയിട്ട് എന്ത് ചെയ്യുക, കഴിയുന്നതും ആഹാരശീലത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കറിയാം, നിങ്ങൾ ഓരോരുത്തരും രാവിലെ ഒരു 6 മണി തൊട്ട് ഏകദേശം 1 മണിക്കൂർ നടക്കുന്ന ആൾക്കാരായിരിക്കും. ഈ നടത്തം നമ്മുടെ ആഹാരത്തിന് മീൻസ് നമ്മുടെ ശരീരത്തിന് വളരെയധികം വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം പിന്നെ നമ്മൾ നൈറ്റ് കഴിക്കുന്ന ഫുഡ് വളരെയധികം ശ്രദ്ധിക്കണം. രാവിലെ നമ്മൾ 1 മണിക്കൂർ നടക്കുകയും പിന്നെ നമ്മൾ കയറ്റുന്ന ഹൈ കലോറി ഫുഡാണ്. അപ്പോൾ ആ ഒരു ആഹാരശീലത്തിൽ നമ്മൾ വളരെയധികം വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. നമുക്ക് മാസത്തിലൊന്നോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒന്നോ കഴിക്കുന്നത് പോലെയല്ല, കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരത്തിൻ്റെ അവസ്ഥ തൽക്കാലം കുറയ്ക്കുക. രാത്രി ചോറ് കഴിക്കുന്ന ആൾക്കാരാണോ? ചോറും ചപ്പാത്തിയും കഴിക്കും അല്ലേ. കഴിയുന്നതും നമുക്കിപ്പോൾ പറഞ്ഞു കൊടുക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ചോറ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി കാർബോഹൈഡ്രേറ്റ് ആണ്, അത് ഫുള്ളി കാർബോഹൈഡ്രേറ്റ് ആണ്. ഒരു അഡൽട്ട് ആയിട്ടൊരു പേഴ്സൺ അല്ലേ, നമ്മളൊക്കെ ഇനി വളരുമോ? നമ്മളൊക്കെ ഇനി വളരാൻ സാധ്യതയുണ്ടാവും? നമ്മളൊക്കെ ഇനി വളരുമോ? ഇല്ലല്ലോ. നമ്മളൊക്കെ ഇനി
കളറി ഉണ്ടാവുള്ളൂ അല്ലേ? ഏകദേശം നമ്മുടെ വളർച്ചയ്ക്ക് നിന്നിട്ട് നമ്മളിനി മിക്കവാറും വളരെ ഇങ്ങോട്ടായിരിക്കും, സൈഡിലേക്ക് തടി അല്ലേ, ഫാറ്റ് അതായിരിക്കും നമുക്ക് മിക്കവാറും കൂടാനുള്ളൊരു സാധ്യത. അപ്പോൾ ഈ പറഞ്ഞ കൂട്ട് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ നമ്മൾ ഒരു 18 വയസ്സിന് താഴെ മതി. തൽക്കാലം എന്ത് ചെയ്യുക, രാത്രി കഴിക്കുന്ന ചോറിൻ്റെ ആ ഒരു അല്ലേ എന്താ പറയുക, നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നു കേരളീയ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ചോറ് കഴിച്ചാലും നമുക്കൊരു തൃപ്തി ആവുള്ളൂ എന്നുള്ളത്. ഉച്ചയ്ക്ക് നിങ്ങൾ കഴിച്ചോളൂ. കാരണം എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചാലും പിന്നെയും നമുക്ക് രാത്രിയിലേക്ക് ഒരുപാട് സമയമുണ്ട്. ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ ഇത് വരുന്നുണ്ട്, എന്താ പറയുക, എക്സസൈസും കാര്യങ്ങളും വരുന്നുണ്ട്. അതിന് ഈ പറഞ്ഞ പോലെ ഡൈജസ്റ്റ് ചെയ്യാനുള്ളൊരു സമയം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ രാത്രിയത്തെ കേസ് അങ്ങനെയല്ല. രാത്രി നമ്മൾ ചോറ് കഴിക്കുന്നു, കിടക്കുന്നു, ഈ രീതിക്കായിരിക്കും. 8-8 മണിക്കുള്ളിൽ രാത്രി ഡിന്നർ കഴിച്ച് നിൽക്കുന്നവരാണ് ഞാൻ കംപ്ലീറ്റ്ലി വിശ്വസിക്കുന്നില്ല അല്ലേ. ഡിപ്പെൻസ്. കാരണം നമുക്ക് ഒരു ദിവസം ഓരോ പോലെ ഇരിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ഈ പറഞ്ഞ പോലെ റുട്ടീനായിട്ടൊരു ടൈം ടേബിൾ വെച്ചിട്ടൊന്നും ജീവിക്കാനൊന്നും കഴിയില്ല. കുറേയധികം ശ്രദ്ധിക്കുക. കഴിയുന്നതും ചോറിൻ്റെ ഒരു ഉപഭോഗം രാത്രി കാലങ്ങളിൽ കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്ത്രീകൾ പറയുന്നതാണ് അത് സിസ്റ്ററെ ഒരുപാട് ബാക്കി ഉണ്ടാവും എന്ന് പറയും. അപ്പം ഞാൻ പറയാറുണ്ട് എന്താ വെച്ചാൽ, പണ്ട് നമ്മൾ ഇത്ര പോകുന്ന ഗ്ലാസ് വെച്ച് ഈ ചരിയുടെ ഉള്ളിൽ വെക്കുന്ന ഗ്ലാസിൻ്റെ വലിപ്പം കൊണ്ട് കുറച്ചാൽ മതി. എന്തിന് ഇത്ര പോലെ ഈ പോകുന്ന ഗ്ലാസ് തന്നെ കാലാകാലം വെക്കണം നമുക്ക് വല്ല വാശിയില്ല. ആ വലിപ്പമുള്ള ഗ്ലാസ് എന്താക്കുക, ചെറുതാക്കുക അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ. നമുക്കറിയാം നമ്മുടെയൊക്കെ വയറേതാ, ഇവിടെയൊക്കെ വയറേതാ, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെയൊക്കെ വയറേതെന്ന് കാണിച്ചു തരുമോ? മടിക്കേണ്ട, കാണിച്ചോളൂ. ഏതാ വയറ്? അതാണ്, ഇതാണ് വയറെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. ചിലവർ ഇവിടെയൊക്കെ പറയാറുണ്ട് അല്ലേ, സൈഡ്. നമുക്കിങ്ങനെ ആലോചിക്കും, നമ്മളിങ്ങനെ ചുറ്റിലുമാണല്ലോ നമ്മുടെ വയറെന്ന് അല്ലേ. പക്ഷെ നമ്മുടെ വയറെന്താണ് ശരിക്കും? ആമാശയാണ് അല്ലേ, സ്റ്റൊമക്ക് എന്ന് പറയും. വളരെ ചെറിയൊരു സംഭവമാണത്. വെറും 5 ലിറ്റർ കപ്പാസിറ്റിയുള്ള വളരെ ചെറിയൊരു ഇന്റേണൽ ഓർഗനാണ്. നമ്മുടെ ഉള്ളിലുള്ളൊരു അവയവമാണ് ആമാശയം എന്ന് പറയുന്നത്. ഈ ആമാശയമാണ് ആക്ച്വലി നമ്മുടെ വയറെന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്ര മൊത്തം നമുക്ക് കവർ ചെയ്യാനുള്ള വല്ല കഴിവുണ്ടോ? ഇത് മൊത്തം നിറയ്ക്കുക എന്നുള്ളതാണോ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്? അല്ല. 5 ലിറ്ററിൽ നമുക്ക് മിനിമം 2 ലിറ്ററെങ്കിലും ആമാശയം എന്തായിരിക്കണം? വാക്കൻ്റ് ആയിരിക്കണം, ഒഴിഞ്ഞു കിടക്കണം. ബാക്കി 3 ലിറ്ററിൽ എന്താണ്? 2 ലിറ്ററെങ്കിലും നമുക്ക് എന്ത് വേണം? വെള്ളം വേണം. 1 ലിറ്ററാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ ആമാശയത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും അല്ലേ. എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട ഒരു ഇന്റേണൽ ഓർഗനാണ് ആമാശയം എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് വിചാരിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. കാരണം അതിന് വർക്ക് ചെയ്യാനുള്ളൊരു സമയം നമ്മൾ സത്യം പറഞ്ഞാൽ കൊടുക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ ആഹാര രീതികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇത്. ജസ്റ്റ് ഈ ഒരു സമയത്ത് നമുക്കല്ലേ NCD, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയും. 1 to 1, അതായത് ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് നമുക്ക് എന്താ പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത അസുഖങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇതാണ് ബേസിക്കായിട്ട് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. നമുക്കറിയാം ഈ ഇന്നത്തെ കാലത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കൊന്നും വലിയ വാല്യൂ ഒന്നുമില്ല. കാരണം ബോധവൽക്കരിച്ച ആൾക്കാർ എനിക്ക് തോന്നുന്നു വേറെ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് സോഷ്യൽ മീഡിയയുടെ ആക്സസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ബോധവൽക്കരണത്തിൻ്റെ പ്രസക്തി സത്യം പറഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. നമ്മൾ സ്വയം നമ്മുടെ ബിഹേവിയറിന്, നമ്മുടെ ആറ്റിറ്റ്യൂഡിന്, നമ്മുടെ മനോഭാവത്തിനെ മാറ്റിമറിക്കാനുള്ളൊരു സംഭവം നമ്മൾ സ്വയം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനിയുള്ള കാലത്ത് നമുക്ക് നടക്കുള്ളൂ എന്നാണ് നമ്മളൊരു വിശ്വാസം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെ മോൾഡ് ചെയ്ത് കൊണ്ടുവരിക. കുട്ടികളുടെ കേസിൽ നമുക്കറിയാം പല തരത്തിൽ പറഞ്ഞു തുടങ്ങിയ യുനസാക്കിനടുത്ത് ചോദിച്ചു എത്ര നേരം ക്ലാസ് എടുക്കുന്നത്. എനിക്ക് എൻ്റെ കേസിൽ പറയാൻ പറ്റാത്തൊരു സാധനമാണ് ഞാൻ എത്ര നേരം ക്ലാസ് എടുക്കുന്നുള്ളത് അല്ലേ. കാരണം നമ്മുടെ ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, ഒരു മഹാസാഗരമാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു കുഞ്ഞു ടോപ്പിക്കിൽ കാരണം ഡൈവേർട്ട് ചെയ്ത് പോകും നമുക്കൊരു ചെറിയൊരു ടോപ്പിക്കിൽ നമുക്ക് ക്ലാസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നിർത്താൻ പറ്റില്ല. അത് അതിനിങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ കേസിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെയാണ് സ്ത്രീകളിലുള്ള സ്തനാർബുദങ്ങളും സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമുക്ക് വളരെയധികം കൂടുന്നുണ്ട്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമുക്ക് ആരോഗ്യമാനന്ദം എന്ന് പറയുന്ന ഒരു ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാം ഏകദേശം കഴിഞ്ഞൊരു സമയത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് കേസുകൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. കാരണം നമ്മുടെ വീടുകളിൽ സ്ത്രീ സഹോദരികൾ ഇഷ്ടംപോലെയുള്ളൊരു കാലത്ത് നമ്മൾ അതിനും കുറച്ചധികം ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ പറയാനുള്ളൊരു കാര്യമാണ്, കഴിഞ്ഞ ദിവസം അറിയുണ്ടാവും ചിലപ്പോൾ നമ്മുടെ ദേവതയാലിൽ ഇതേപോലെ ഇടമാടാണ്. അവിടെ നമുക്ക് കുറേ വില്ലകളൊക്കെ വന്നൊരു ഇതുണ്ടല്ലോ ദേവതയാല അതിൻ്റെ. അപ്പോൾ അവിടെ ഇതേപോലെ എന്തുണ്ടായി, ഒരു വെള്ളത്തിനൊക്കെ ഒരു കണ്ടാമിനേഷൻ വന്നു. ഭയങ്കര സ്മെല്ലും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നമുക്ക് കംപ്ലൈൻറ്റ്. നോർമലി ഞങ്ങൾ വിചാരിച്ചു സെപ്റ്റിക് ലീക്കേജ് ആയിരിക്കും, സെപ്റ്റിക് മാലിന്യത്തിൻ്റെ ലീക്കേജ് ആവുന്നുണ്ടെന്ന് എനിക്ക് നമ്മൾ പോയി നോക്കുന്ന സമയത്ത് ദൈവം സഹായിച്ച് സെപ്റ്റിക് മാലിന്യമൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്താണ്, കിച്ചൺ വേസ്റ്റും അതേപോലെ നമ്മൾ വാഷ് ചെയ്ത വെള്ളത്തിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്തായതാണ്, കിണറിലേക്ക് ലീക്കേജ് വന്നതാണ്. ഒന്ന് ആലോചിച്ചപ്പോൾ ഇന്നത്തെ ഈ ഒരു സമയത്ത് അത്യുഷ്ണമാണ്. നമുക്കറിയാം ഏപ്രിൽ മെയ് മാസം, ഏപ്രിൽ തുടങ്ങിയിട്ടേ ഇടും, മെയ്യും കൂടെ നമുക്ക് ഇനി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ചൂട് കൂടിയ കാലത്ത് വെള്ളം കണ്ടാമിനേറ്റഡ് ആവുക, ആ വെള്ളം നമുക്ക് കംപ്ലീറ്റ് മോട്ടർ അടിച്ച് ഒഴിവാക്കി പിന്നീട് വെള്ളം നിറയുമെന്ന് പോലും ഇൻഷാ അല്ലാഹ് അല്ലേ നമുക്കറിയില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് വെള്ളം നമുക്ക് കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടി വന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഡ്രെയിനേജിലേക്ക് എന്ത് ചെയ്തതാണ്,
നമ്മുടെ മറ്റേ ടാങ്ക് നിറഞ്ഞ സമയത്ത്, അതായത് ഈ കിച്ചൺ വേസ്റ്റിൻ്റെയും വാഷിംഗ്, നമ്മൾ എന്താ പറയുക ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന വെള്ളത്തിലെല്ലാം കൂടെയുള്ള ടാങ്ക് ഓവർഫ്ലോ ചെയ്ത സമയത്ത് അവരെന്ത് ചെയ്തു, മോട്ടർ വെച്ചിട്ട് ഡ്രെയിനേജിലേക്ക് അത് പാസ് ചെയ്തതാണ്. ഡ്രെയിനേജിലേക്ക് ഈ വക വെള്ളം പാസ് ചെയ്യാൻ പാടില്ല എന്നറിയാത്ത ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടോ ഇന്നത്തെ കാലത്ത്? ഇല്ല. ഡ്രെയിനേജ് പർപ്പസ് എന്താണ്? ഡ്രെയിനേജിൻ്റെ പർപ്പസ് റെയിൻ വാട്ടർ ആണ് അല്ലേ? റെയിൻ വാട്ടർ, അതായത് നമുക്ക് അധികമായിട്ട് വരുന്ന എക്സസ് ആയിട്ട് വരുന്ന വെള്ളം ഒഴുകി പോകാനുള്ള നല്ല വെള്ളം മാത്രമേ അതിനകത്ത് പോകാൻ പാടുള്ളൂ. ഒരിക്കലും അത് വേസ്റ്റ് വാട്ടറിനുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അല്ല ഡ്രെയിനേജ് എന്ന് പറയുന്നത്. പക്ഷെ അവരെന്ത് ചെയ്തു, ഹൈറ്റിലാണ് ഇവരുടെ ഈ ഒരു സ്ഥാപനം നിൽക്കുന്നത്. അവിടുന്ന് എന്ത് ചെയ്തു, ഈ വെള്ളം ഈ ഡ്രെയിനേജ് വഴി താഴേക്ക് ഒഴുക്കിയപ്പോൾ അവരറിഞ്ഞില്ല താഴെ ഇത്രയും ആൾക്കാരും അല്ലേ, ജനപ്പെരുപ്പം എന്നുള്ളൊരു വലിയൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സമയമാണ് നമ്മളിപ്പോൾ. ജനപ്പെരുപ്പം അതേപോലെ തന്നെ വീടുകളുടെ ആധിക്യം നമുക്ക് കൂടുമ്പോൾ നോർമലി നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു വിഷയമാണ് എന്ത്, വേസ്റ്റ്. ഇങ്ങനെ നമ്മളെ വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു സംഭവം. അത് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ സെപ്റ്റിക് വേസ്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിക്കോട്ടെ, ജൈവ വേസ്റ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനിൽ നിൽക്കുന്നൊരു സമയമാണ്. കാരണം 5 സെൻറ്റ് 6 സെൻറ്റ് സ്ഥലത്ത് വീട് നിൽക്കുന്ന സമയത്ത് പ്രോപ്പർട്ടിയിൽ എത്രയും എന്താണ്, നമ്മുടെ സ്ഥലത്തിൽ എത്ര എന്താണ്, വീടാണ്. പിന്നെ ഇതിൽ എവിടെ നമുക്ക് ഡിസ്പോസ് ചെയ്യാനുള്ളൊരു സ്ഥലം? അപ്പോൾ ഇതാണ് ഉണ്ടായത്. ഡ്രെയിനേജിലേക്ക് ഒഴുക്കിയ സമയത്ത് അത് നേരെ എന്ത് ചെയ്തു, താഴ്ന്ന പ്രദേശമായിട്ടുള്ള വില്ലകളിലുള്ള കിണറുകളിലേക്ക് അതിൻ്റെ ലീക്കേജ് വന്നു, വെള്ളം കണ്ടാമിനേറ്റഡ് ആയി. എന്ന് ആലോചിച്ച് നോക്കൂലേ, നമുക്ക് പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ വെള്ളമൊക്കെ കുപ്പിയിൽ വാങ്ങുന്ന ഒരു അവസ്ഥ വന്ന സമയത്ത് നമ്മൾക്ക് അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരിക്കാം. എനിക്ക് അത്ഭുതം വന്നിട്ടില്ല, കാരണം ഞാൻ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് മാറി. കുറച്ചും കൂടെ അല്ലേ, എന്നേക്കാൾ മുതിർന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. അവർക്കൊക്കെ ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുമല്ലോ. കുപ്പിയിൽ വെള്ളം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചൊരു കാലമുണ്ട്. ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ കുപ്പിയിൽ ഓക്സിജൻ കിട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്താൻ പോവുകയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ദയവ് ചെയ്ത് നമുക്കറിയാം പ്ലാസ്റ്റിക് ഞങ്ങളുടെ വലിയൊരു തലവേദനയാണ്. കാരണം നമുക്ക് എത്തിപ്പെടാനുള്ള പരിമിതികളുണ്ട്. 10-40,000 പോപ്പുലേഷനുള്ള ഒരു പഞ്ചായത്ത് ഒരു 3 സ്റ്റാഫിനെയും വെച്ച് എവിടെയൊക്കെ നമുക്ക് ഓടിയെത്താൻ പറ്റും. അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്നുള്ളൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഹരിതകർമ്മസേന എന്നുള്ളൊരു വിങ് പഞ്ചായത്തിൻ്റെ കീഴിൽ വന്ന സമയത്ത് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പരിധിവരെ എന്താണ്, കത്തിക്കുക എന്നുള്ള പ്ലാസ്റ്റിക് കത്തിക്കുക എന്നുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് ആൾക്കാർ കുറേയൊക്കെ വ്യതിചലിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വേസ്റ്റ് ഡിസ്പോസൽ എന്നുള്ള സംഭവം നമ്മുടെ മാലിന്യമാണ്. നമ്മുടെ മാലിന്യം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിനനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. പണ്ട് നമുക്കറിയാം ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെയും അതേപോലെ നമ്മുടെ കിണറിൻ്റെയും ഒരു അകലം എന്ന് പറയുന്നത് എത്രയും നിങ്ങൾ ചിന്തിക്കണേ? എല്ലാവരും ഭയങ്കര ഇതാണല്ലോ. 7 മീറ്റർ പറയുന്നത് ഞങ്ങളല്ല, മീൻസ് ആരോഗ്യവകുപ്പല്ല, പഞ്ചായത്ത് രാജ് ആക്ടിലാണ് 7.5 മീറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും എന്താണ്, ഞാനൊക്കെ പഠിച്ചൊരു സിലബസ് ഉണ്ട് അല്ലേ, അതിനകത്ത് 50 അടിയാണ് പറയുന്നത്. മിനിമം അത്രയും ഡിഫറൻസ് വേണം എന്തിനാ, സെപ്റ്റിക് ടാങ്കിനും. മാത്രമല്ല അത് വ്യത്യാസങ്ങൾ വരും, അതായത് ഭൂമിയുടെ ഘടനയ്ക്ക് അനുസരിച്ചിട്ടും മണ്ണിൻ്റെ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചിട്ടും അതിനും കുറേയധികം ഏറ്റക്കുറച്ചിലുകൾ വരുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു കണ്ടീഷനിൽ അത് നടക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത് വെട്ടിക്കുറച്ച് എന്താക്കി 7.5 മീറ്ററാക്കി മാറ്റുകയാണ്. ഈ ഒരു 7.5 മീറ്ററിൽ ഇതിൽ പാസേജ് വരില്ല എന്ന് നമുക്ക് എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ? ഇല്ല, ഒരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളം എന്താണ്, നമ്മുടെ അയൽവാസികൾ സ്നേഹത്തോടെ തരുന്ന എന്താണ്, സെപ്റ്റിക് മാലിന്യം തന്നെയാണ്. അതിന് നമുക്ക് ഇനി ഒരൊറ്റ പ്രതിവിധിയേ ഉള്ളൂ. നമുക്ക് അതുകൊണ്ട് വീട് പൊളിക്കണമെന്നോ അല്ലെങ്കിൽ 7 സെൻറ്റിൽ അല്ലെങ്കിൽ മീൻസ് 5 സെൻറ്റിൽ വീടുണ്ടാക്കരുതോ എന്നൊന്നും പറയാനുള്ളൊരു പ്രൊവിഷനൊന്നും നമുക്കില്ല. എന്ത് ചെയ്യാം, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഒരു തിളപ്പിച്ച വെള്ളത്തിലും എന്ത് എക്സിസ്റ്റ് ചെയ്യില്ല, ഈക്കോളി ബാക്ടീരിയയോ അല്ലെങ്കിൽ കോളിഫോം ബാക്ടീരിയയോ എക്സിസ്റ്റ് ചെയ്യില്ല. ദയവ് ചെയ്ത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് എന്ത് ചെയ്യരുത്, പച്ചവെള്ളം ആഡ് ചെയ്യരുത്. അങ്ങനെയാണ് നിങ്ങൾ പച്ചവെള്ളം കുടിച്ചോളൂ, ഒരു കുഴപ്പമില്ല. തിളപ്പിച്ച വെള്ളത്തിലേക്ക് പച്ചവെള്ളം ആഡ് ചെയ്യുന്ന സമയത്താണ് അവിടെ എന്തുണ്ടാവുന്നത്, ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആണ് എന്ത്, ഈ തിളപ്പിച്ച വെള്ളത്തിലേക്ക് പച്ചവെള്ളം ആഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവം. തിളപ്പിച്ച വെള്ളമായിട്ടും കുടിക്കാം, പച്ചവെള്ളമായിട്ടും കുടിക്കാം. മിക്സപ്പ് വരുമ്പോൾ അത് വലിയൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമുക്കറിയാം, ഞാൻ എപ്പോഴും ഏതൊരു ക്ലാസ്സിൽ തുടങ്ങാറ് ആരോഗ്യത്തിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ട് തന്നെയാണ് അല്ലേ. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആരോഗ്യം? സമ്പത്ത്. ഏത് സമ്പത്ത്? രോഗമില്ലാത്തൊരവസ്ഥ അല്ലേ. പക്ഷേ ഈ പറഞ്ഞ പോലെ സമ്പത്ത് എന്നുള്ള സാധനം, എക്കണോമി അല്ലേ, നമുക്കൊരു എക്കണോമിക്കൽ മീൻസ് എന്താ പറയുക, ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവും സാമൂഹികപരമായിട്ടുള്ള ഒരാളുടെ വെൽബീയിങ് ആണ് അല്ലേ. നമ്മുടെ ശാരീരികമായിട്ട് നമ്മൾ ഓക്കെ ആണെങ്കിലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ആരോഗ്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സാമൂഹികമായിട്ട് നമ്മൾ നടുക്കിലൊരു വീട് വെച്ച് താമസിക്കുകയാണ്, അയൽവാസിയായിട്ട് പ്രശ്നം, ഈ അയൽവാസിയായിട്ട് പ്രശ്നം, ചേട്ടന്മാരായിട്ട് പ്രശ്നം, അനിയന്മാരായിട്ട് പ്രശ്നം, സഹോദരമായിട്ട് പ്രശ്നം, നല്ല സമാധാനം ഉണ്ടാവും ജീവിതത്തിൽ. അപ്പോൾ അവിടെ ഒരു സോഷ്യൽ എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ എന്താണ്, നമുക്ക് എന്ത് വേണം, എക്കണോമി.
എല്ലാം നമുക്ക് ഓക്കെയാണ്, നമ്മൾ ശാരീരികമായിട്ട് ഓക്കെയാണ്, ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ വളരെ സ്നേഹത്തോടെയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്തില്ല, സമ്പത്തില്ല. വല്ല പരിപാടി നടക്കുമോ, എന്തെങ്കിലും മനസ്സമാധാനം ഉണ്ടാവുമോ അല്ലേ? അവിടെ WHO നമ്മുടെ ലോകാരോഗ്യ സംഘടന ശരിക്കും അഡീഷണലി ആഡ് ചെയ്തൊരു പോയിന്റും കൂടെയാണ് എന്ത്, എക്കണോമിക്കൽ ഒരു വെൽബീയിങ് എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഒരാളുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു അവിയൽ തന്നെയാണ് അല്ലേ? എല്ലാം കൂടെ വേണം, എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ കുറഞ്ഞ സമയം എനിക്ക് അനുവദിച്ചു തന്ന മെക്സവന് ഞാൻ എൻ്റെ പേരിലുള്ള, ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. ചായ തിളപ്പിച്ചിട്ടില്ല, അത് അത്രയും ജ്യൂസ് ഞാൻ തിളപ്പിച്ചതിന് ശേഷമാണ് ജ്യൂസ് പല പാലുകൾ വരുന്നതല്ലേ, അല്ലാതെ അത് ചെറുക്കി എന്തെങ്കിലും ചെയ്ത് എല്ലാ പാലും പാക്കറ്റ് പാലൊന്നും അല്ലേ, നമ്മുടെ എല്ലാ പാക്കറ്റ് പാലും സത്യം പറഞ്ഞാൽ അംഗീകരിച്ച് കൊടുക്കാറില്ല നോർമലി. മിൽമയുടെ കേസിൽ എന്താ വെച്ചാൽ മിൽമയുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നമുക്ക് കുന്നമംഗലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റും. ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതിനിടയിൽ കൂടെ ഞാൻ പറയണം, അതായത് നമ്മൾ വൺസ് നമ്മളില്ലേ ഊട്ടി പോകാനും കൊടൈക്കനാൽ പോകാനും പല സ്ഥലങ്ങളിൽ നമ്മൾ യാത്രകൾ പോകുന്ന ആൾക്കാർക്ക് തന്നെയാണ് യാത്ര ക്രൈസാണ് ശരിക്കും. സോളോ ട്രിപ്പ് അടിക്കാനും ഫാമിലി ട്രിപ്പാണ് എന്തോ ആയിക്കോട്ടെ. ഇതേ സമയത്ത് തന്നെ നമ്മൾ പോകേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട് അല്ലേ? നമ്മുടെ മിൽമയുടെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് കുന്നമംഗലത്ത് നമ്മൾ സ്റ്റഡി പർപ്പസിന് ഭാഗമായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ആ പാലിന്റെ പ്രത്യേകത ഒരു പാസ്ചറൈസ്ഡ് പാലാണ്. ശരിക്കും ഇത് തിളപ്പിക്കണമെന്ന് പറയുന്നത് നമുക്കറിയാം. ഈ ഇത് പറയില്ല, ഫിൽറ്റർ ചെയ്ത വെള്ളം, റിവേഴ്സ് ആറോ ഫിൽറ്ററുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ശരിക്കും റിവേഴ്സ് ഓസ്മോസിസ് വരുന്ന വെള്ളം തിളപ്പിക്കേണ്ടെന്നൊക്കെ നോർമലി പറയാറുണ്ട്. കാരണം അത് ഡയറക്റ്റ് യൂസ് ചെയ്യണം, വേണ്ട മിനറൽസ് ആഡ് ചെയ്ത് വരുന്നതുകൊണ്ട് അതിന്റെ കണ്ടന്റ് നഷ്ടപ്പെടരുത് എന്നുള്ളത്. അത് നമുക്ക് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മിൽമയുടെ കേസിൽ നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ പാസ്ചറൈസ് ചെയ്ത് വരുന്ന മിൽക്ക് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ കഴിയുന്നതും എന്ത് ചെയ്യണം, അത് തിളപ്പിച്ചെന്നെ ഉപയോഗിക്കണം. വേറൊരു പരിപാടിയുണ്ട്, എന്താണ്, നല്ല തിളച്ച വെള്ളത്തിലേക്ക് മിൽമയുടെ പാക്കറ്റ് അതേപോലെ എടുത്തിടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല? മിൽമയുടെ പാക്കറ്റ് ഇങ്ങനെ തിളപ്പിക്കാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യും, ചൂടുള്ള വെള്ളത്തിലേക്ക് പാക്കറ്റ് കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെച്ച് വെരി ഡേഞ്ചറസ്, ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങളൊരു 10 or 20 മറ്റേ വലിയ സ്മോക്കിംഗ് എന്നുള്ള സംബന്ധിച്ച് എന്താ സ്മോക്കിംഗ് ചെയ്യണതിൻ്റെ അതേ എഫക്റ്റാണ് ഒരു 4 or 5 പ്ലാസ്റ്റിക് കൂട്ടി കത്തിക്കുന്നതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു 10 സിഗരറ്റ് നിങ്ങൾ ഒരുമിച്ചിരുന്ന് വലിക്കാൻ വിചാരിച്ചോ, അതേ എഫക്റ്റാണ് എന്ത് 5 or 10 പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ നമ്മൾ കുന്നുകൂട്ടി കത്തിക്കുക എന്ന് പറയുന്നത്. അത്രയും പ്രശ്നമാണ് അതിനകത്ത്. അപ്പോൾ അതേപോലെ തന്നെ പറയുന്നത് പാലിൻ്റെ കേസിലും തിളപ്പിച്ചിട്ട് തന്നെ ഉപയോഗിക്കുക. കാരണം എന്ത് തിളപ്പിക്കുന്നതിന് നമുക്ക് മടിക്കേണ്ട ആവശ്യമില്ല. കാരണം തിളനിലയിൽ ഇതൊന്നും നമുക്ക് എക്സിസ്റ്റ് ചെയ്യില്ല. എന്തെങ്കിലും അതിനകത്ത് ബാക്ടീരിയ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോവുകയുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, പബ്ലിക്കിന് ഒരുപാട് ഇടപെടാനുള്ള അവസരങ്ങളുണ്ട്. പോർട്ടലുകളായിക്കോട്ടെ, അല്ലെങ്കിൽ നേരിട്ട് മതി. പണ്ടത്തെ കാലത്തൊന്നുമല്ല. പണ്ടത്തെ കാലത്ത് നമ്മൾ എന്തെങ്കിലും ഒരു അനീതി കണ്ട് നമുക്ക് തിരിച്ചു പോകേണ്ട ഒരു ഗതികേടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം അതൊന്നും നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യ കാര്യം വരുന്നില്ല. എന്തെങ്കിലും നിങ്ങൾ കാണുന്നോ, ഒന്നുകിൽ നിങ്ങളത് നേരിട്ട് ഇടപെടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫോട്ടോ എടുക്കാം. ഫോട്ടോ, വീഡിയോ അല്ലേ, നമുക്ക് തെളിവുകളാണ് നമുക്ക് സംസാരിക്കുന്നത് പലപ്പോഴും. അതാണ് നമ്മുടെ ഒരു ലിമിറ്റേഷൻ. അതൊന്നും നമുക്കിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിനനുസരിച്ച് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, കത്തിക്കാതിരിക്കുക എന്നുള്ളത് പരമാവധി ശ്രദ്ധിക്കുക. കാരണം ഇവിടെയൊക്കെ നമുക്ക് അറിയാമല്ലോ, ഒരുപാട് നമ്മളിവിടെ നിരൽപ്പാലത്ത് ടൗൺ നമുക്ക് അത്ര വലിയ വിഷയം ഉണ്ടായിട്ടില്ല. നിരൽപ്പാലം ടൗൺ കമ്പാരിറ്റീവ്ലി ബാക്കി നമ്മളെ ടൗണിനെ അപേക്ഷിച്ചിട്ട് വളരെ നീറ്റായിട്ടൊരു ടൗൺ തന്നെയാണ്. പക്ഷെ അല്ലാണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കാണുന്ന മാർഗ്ഗം എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഇത് നിങ്ങൾ കാണിക്കുക, ഡൗട്ട് നിങ്ങൾ കാണിക്കുക. ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, എല്ലാം ടച്ച് ചെയ്ത് പോയതാണ്. അറിയാമല്ലോ, പറഞ്ഞു തുടങ്ങാൻ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം ഓരോ അസുഖങ്ങളായിക്കോട്ടെ, ഓരോ അസുഖത്തിനെടുത്ത് പറയുകയാണെങ്കിൽ തന്നെ എത്ര നമുക്ക് സംസാരിക്കാനുണ്ടാവും. ഒരു ക്യാൻസർ എന്നുള്ളൊരു ടോപ്പിക്, ഒരു ലിവർ സിറോസിസ് അല്ലെങ്കിൽ ഹൃദ്രോഗം, ഇനി കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിക്കോട്ടെ. നമുക്കറിയാം പെരുവള്ളൂർ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഔട്ട് ബ്രേക്ക്. ഈ ഒരു സമയം യുനെസാക്കൊക്കെ അറിയാം, 2024 ഈ ഒരു സമയം നമ്മളുണ്ടല്ലോ ബാലുമ തീ പിടിച്ച അവസ്ഥയായിരുന്നു. കാരണം പെരുവള്ളൂർ നജാത്തിലുണ്ടായിട്ടുള്ള ഔട്ട് ബ്രേക്ക്. നമുക്ക് തേഞ്ഞിപ്പലത്ത് എന്ന് പറഞ്ഞാൽ 8ാം വാർഡിലും 9ാം വാർഡിലും മാത്രമായിട്ട് നമുക്ക് ഏകദേശം 53 കേസാണ് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ എന്താണ്, കുട്ടികളാണ് അല്ലേ? ഒരു കുട്ടി വളരെ സീരിയസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇതാണ്. മഞ്ഞപ്പിത്തം വേറൊരു തരത്തിൽ നമുക്ക് പകരുന്നില്ല. മഞ്ഞപ്പിത്തം ആകെ കൂടെ പകരുന്നത് എങ്ങനെയാണ്, സെപ്റ്റിക് മാലിന്യം, അതായത് മനുഷ്യന് മഴ കലർന്നിട്ടുള്ള വെള്ളമോ ഭക്ഷണമോ കഴിക്കുന്നത് വഴി മാത്രമാണ് എന്ത് പകരുന്നത്, മഞ്ഞപ്പിത്തം പകരുന്നത് എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് 100% എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റും. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, തിളപ്പിക്കുന്ന ഒരു കണ്ടീഷനിൽ അതൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കഴിയുന്നത് എന്ത് ചെയ്യും, എന്ത് ആഹാരവും ആയിക്കോട്ടെ തിളപ്പിച്ച് ഉപയോഗിക്കുക. അതേപോലെ തന്നെയാണ് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ കഴിക്കുന്ന ആഹാരം കഴിയുന്നതും എന്ത് ചെയ്യുക, വേസ്റ്റേജ് ഇല്ലാണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻ കേസ് നമുക്ക് വേസ്റ്റേജ് വരികയാണെങ്കിൽ നമ്മൾ അഡീഷണൽ വരുന്ന ഫുഡ് എവിടെ സൂക്ഷിക്കും അല്ലേ, നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഡയറക്റ്റ് എടുത്ത് ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല. നമ്മളങ്ങനെ ഉപയോഗിക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ അല്ലേ അത് നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് ആയിരിക്കണം. നമ്മളത് കുറച്ച് നേരം, ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ എന്ത് ചെയ്യണം, ആ ഫുഡ് ഐറ്റംസ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ആൾക്കാർ, നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ
ഉപയോഗിക്കാൻ പാടുള്ളൂ? ചെറിയ ചൂടിൽ, അതും തിളപ്പിക്കരുത്, ചെറിയ ചൂടിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ആ സമയത്തൊക്കെ അതിനകത്ത് വല്ലാണ്ട് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക, വൺസ് നമ്മൾ യൂസ് ചെയ്ത ആഹാരം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്യരുത് എന്ന് പറയുന്നത്. ടോക്സിൻസിൻ്റെ പ്രൊഡക്ഷനാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെന്താ ഈ വെള്ളം തിളപ്പിച്ച് കുടിക്കാതെ പച്ചവെള്ളമായിട്ട് കുടിച്ചാൽ പ്രശ്നമില്ല. പ്രശ്നം തന്നെ പച്ചവെള്ളം നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല. എന്താ പണ്ടത്തെ പോലെ മിനറൽസ് എന്നൊന്നും പറയണതിൽ അർത്ഥമല്ല. മിനറൽസിനേക്കാൾ പ്രശ്നമാണ് ഇത് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഒരു വെള്ളത്തിന് മിനറൽസിൽ മാത്രം നമുക്ക് വിശ്വസിച്ച് ജീവിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞതാണ്, ഇപ്പോഴത്തെ നമ്മുടെ ഇത് എന്താ പറയുക, വീടുകളുടെ ഒരു പെരുപ്പവും അല്ലേ, ഒരു ഫാമിലി ഒരു പണ്ടൊക്കെ നമുക്ക് പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. പണ്ട് നമുക്കൊരു 1.5-2.5 ഏക്കർ സ്ഥലത്ത് ഒരു വീടൊക്കെ ആകുമ്പോൾ നമുക്കൊരു വിഷയം ഉണ്ടായിരുന്നില്ല. ആൾക്കാർ ഈ പറഞ്ഞ ഓപ്പൺ ഡെഫിക്കേഷൻ ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം അത്രയും നമ്മുടെ മണ്ണിൻ്റെ ഘടനയിലും ഒക്കെ, കാരണം അരിച്ചിറങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തള്ളാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് നമ്മൾ എല്ലാം പ്ലാസ്റ്റിക് ഒക്കെ നമുക്കറിയാലോ. മീനിന്റെ അവസ്ഥ അല്ലേ, നമ്മളൊക്കെ മത്സ്യമൊക്കെ കൂട്ടുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. മത്സ്യത്തിന്റെ ഒക്കെ ശരി അല്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം വീഡിയോ അല്ലെങ്കിൽ ഇത് പ്രൂഫ് കിട്ടിക്കഴിഞ്ഞാൽ ആരെ അറിയിക്കുക ശരിക്കും? അങ്ങനെ ഹെൽത്തിലേക്ക് പഞ്ചായത്തിലേക്ക് നിങ്ങൾക്ക് അറിയിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തിലേക്ക് അറിയിക്കാം. അത് എങ്ങനെയാണ് ഇത് രണ്ടും അറിയാലോ, നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്ത് പോകുന്നതാണ് LSG. നമ്മൾ പഞ്ചായത്ത് വകുപ്പ് എന്ന് പറയുന്നതും ആരോഗ്യം എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് പഞ്ചായത്തിലേക്കാണെങ്കിൽ അങ്ങനെ നിങ്ങൾ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ തെളിവ് ഒന്നും നിങ്ങൾ തരണ്ട. വിളിക്കുന്ന ആൾക്കാർ പേര് പോലും പറയേണ്ട കാര്യമില്ല. സ്ഥലം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ അതിനകത്ത് വെച്ചാൽ മതി. ഇവൻ കടയുടെ പേരോ എന്തെങ്കിലും. അല്ല, ഇത് ചോദിച്ചത് കംപ്ലൈന്റ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലേ റിപ്പോർട്ട് ചെയ്യുന്ന ആൾ സേഫ് ആണോ എന്നാ ചോദിച്ചത്. നിങ്ങളെ പിന്നെ പേരും അഡ്രസ്സും ഒന്നും നിങ്ങൾ വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. അത് വളരെ അനോണിമസ് ആയിട്ട് തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റുന്ന വെച്ചാൽ അങ്ങനെ ചെയ്യാം. പ്ലാസ്റ്റിക്കിന്റെ കേസിൽ ലഹരി ഒരിക്കലും നമുക്ക് ഇതിലേക്ക് ഇപ്പൊ കണക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. നമ്മുടെ കുട്ടികളുടെ ഒരു കടിഞ്ഞാന്നുള്ള സാധനം അവരറിയാണ്ട് നമ്മളെ കയ്യിൽ വേണം. ഇൻവിസിബിൾ ആയിട്ട് അവരറിയരുത്, അവരെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഏതൊരു 5 വയസ്സുള്ള കുട്ടിക്കും എന്തുണ്ട്, അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി, അവരുടേതായിട്ടുള്ള ഫ്രീഡം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് എന്ത് ചെയ്യണം, അവരറിയാണ്ട് അവരുടെ ഒരു ചരട് നമ്മുടെ കയ്യിൽ വേണം. അവരെന്ത് ചെയ്യുന്നു, എന്തൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ട്, എങ്ങനെയാണ് ഇതിലേക്ക് പോകുന്നു അല്ലേ. കഴിയുന്നത് എന്ത് ചെയ്യാം, പൈസ കുട്ടികളുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക. നമ്മുടെ പ്രസൻസിലായിരിക്കണം അവർ ആഹാരം കഴിക്കുന്നത്. പുറത്തുനിന്ന് ആ കുട്ടിക്ക് ഒരു സാധനം വേറൊരു അങ്കിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു ആൻറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അമ്മ ഇതിങ്ങനെ എനിക്ക് തന്നു പറയാനുള്ള എന്താ പറയുക ഒരു സാഹചര്യം നമ്മുടെ വീട്ടിൽ ചെറിയൊരു കുട്ടിക്ക് 4-3 വയസ്സാകുമ്പോഴത്തേനും നമ്മൾ വളർത്തിയെടുക്കാം. അവർ പറയും, അത് തീർച്ചയായിട്ടും നമ്മുടെ അടുത്തൊന്ന് പറയും, ഇത് കഴിക്കാൻ പറ്റുന്നതാണോ, കഴിക്കാമോ അവർ ചോദിക്കും അല്ലേ. ആ ഒരു ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു പാരന്റിങ് എന്നുള്ളൊരു സാധനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആ ഒരു ഉത്തരവാദിത്തമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു സിസ്റ്റത്തിന് നമുക്ക് കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പറ്റും. ഇപ്പം നമുക്കറിയാം 50 മൈക്രോണിൽ കുറവുള്ള പ്ലാസ്റ്റിക് പണ്ടൊക്കെ എന്തുണ്ടായിരുന്നു, കറുത്ത കളറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, വളരെ ക്വാളിറ്റി ഇല്ലാത്ത കുറേ കവറുകളും കാര്യങ്ങളൊക്കെ. അത് നമ്മൾ നിരോധിച്ചു. അതിപ്പോൾ തീരെയില്ല. 50 മൈക്രോണിൽ കുറവുള്ള പ്ലാസ്റ്റിക് ഒന്നും ഇപ്പോൾ തീരെയില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പതിയെ വരുമ്പോൾ നമുക്ക് പ്രത്യാശിക്കാം അല്ലേ, അതിനനുസരിച്ചിട്ട്. ഓക്കെ.